ന്റെ പ്രസംഗവും അറസ്റ്റും രക്തസാക്ഷിത്വവുമാണ്. 7 പേരെ തിരഞ്ഞെടുക്കുന്നു, 7 പേരുടെ നിയമനവും സ്തേഫാനോസിന്റെ പ്രസംഗവും അറസ്റ്റും രക്തസാക്ഷിത്വമാണ് ഈ 6-7 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയും. അത് നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതാം. അപ്പൊ 7 പേരുടെ നിയമനം, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. സബ് ഹെഡിങ് ആയിട്ട് 7 പേരുടെ നിയമനം. അപ്പോൾ കർത്താവിന്റെ ദാസി വായിച്ചതുപോലെ 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യെരുശലേം സഭയിലെ, യഹൂദ സഭയിലെ, യെരുശലേം സഭയാണ് കാണുവാൻ. ആ സഭയിൽ ശിഷ്യന്മാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. അനേക ദൈവമക്കൾ, അനേക വ്യക്തികൾ കർത്താവിന്റെ രക്ഷകന്മാരെ സ്വീകരിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അനേക വ്യക്തികൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സഭയുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ പ്രശ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ തങ്ങളുടെ വിധവമാരെ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. വിഷയം ഇതാണ്. അപ്പം യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും ഈ യെരുശലേം ചർച്ചിലുണ്ട്, ഈ യഹൂദയിലുള്ള ചർച്ചിലുണ്ട്. അപ്പൊ അവിടെ ഉള്ള പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഒന്ന് യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ, എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദൻ. അപ്പോൾ ഈ യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരെ വിളിച്ചിരുന്ന പേര് ഹെലനിസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. വിളിച്ചിരുന്ന പേര് ഹെലനിസ്റ്റ്. അതായത് ഈ യഹൂദന്മാരുടെ പ്രത്യേകത, ഏതോ ഒരു കാലഘട്ടങ്ങളിൽ അവര് യെരുശലേമിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്നും മറ്റ് അതിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് നാളുകൾക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് യെരുശലേമിൽ പാർക്കുന്നവരായിരുന്നു. അത് ചിലരൊക്കെ വിദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ഉദാഹരണമായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസ് ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. തർസോസുകാരനായ ശൗലെന്നാണ് നമുക്ക് തിരുവനത്തിൽ കാണുവാൻ കഴിയുന്നത്. തർസോസിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പൗലോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പിറുപിറുപ്പിന്റെ കാരണമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ, എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ തമ്മിൽ ഒരു ചെറിയ ഒരു സ്വരച്ചേർച്ച, ഒരു പിറുപിറുപ്പ് ഉണ്ടാകുകയാണ്. കാരണം തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കും, അവഗണിക്കും. ഇതാ വിഷയം. അപ്പൊ നമ്മുടെ സഭയിലൊക്കെ സുവിശേഷന്മാരുണ്ടെങ്കിൽ നമ്മൾ അവരെ അവഗണിക്കുകയാണെങ്കിൽ, അവർക്ക് ചില സമയങ്ങൾ നമ്മൾ വേർതിരിച്ച് കൊടുക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ പിറുപിറുക്കുണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ അവഗണനയായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഈ പിറുപിറുക്കുക എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് നീരസം പ്രകടിപ്പിക്കുക, അസംതൃപ്തി. അപ്പൊ പിറുപിറുക്കാതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അസംതൃപ്തി, തൃപ്തിയില്ല അവർക്ക്, ഒരു നീരസമുണ്ടാകുകയാണ്. ഉപേക്ഷയായി വിചാരിക്കുമ്പോൾ ഒരു നീരസമുണ്ടാകുകയാണ്. അപ്പോൾ ബൈബിളിൽ ഈ പിറുപിറുപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയ അനേക വേദഭാഗങ്ങളുണ്ടെന്ന് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരുടെ ആ മരുഭൂമി യാത്രയിലെ ആദ്യത്തെ പാപമെന്ന വണ്ണം പിറുപിറുപ്പുണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-16-2 ഈ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ഒന്ന്, ജനം മോശയ്ക്ക് നേരെ പിറുപിറുപ്പെന്ന് കാണുവാൻ കഴിയും.
പുറപ്പാട് 17:3. 2, മോശയ്ക്കും അഹരോനും നേരെ പ്രവൃത്തുന്നത് കാണുവാൻ കഴിയും. സംഖ്യ 14:2. 3, അവർ ദൈവത്തിനെതിരെ പ്രവൃത്തുന്നത് കാണുവാൻ കഴിയും. സംഖ്യ 14:27. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവർ യേശുക്രിസ്തുവിന് നേരെ പ്രവൃത്തുന്നത് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6:41. അപ്പോൾ പിറുപിറുപ്പെന്ന് പറയുന്നത് അതെ, പഴയ നിയമ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നൊരു സ്വഭാവമാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട വീഴ്ചയെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പെറുപെറുപ്പ് എന്നുള്ളത്. നമുക്കത് വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 8 മുതൽ ചില വാക്യങ്ങൾ സഹോദരൻ നമ്മുടെ സെബിൻ ശബ്ദമുയർത്തി വായിച്ചാൽ. ഒന്ന് കൊരിന്ത്യർ 10:8 മുതൽ. നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോകുന്നത് പോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയായ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. മതി. ഇവിടെ പറയുന്നത് പിറുപിറുപ്പിന്റെ അനന്തര ഫലത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. സംഹാരിയാൽ നശിച്ചുപോയി. എവിടെ? പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുക. ആ പിറുപിറുപ്പ് എന്ന് പറയുന്നത് അതൃപ്തിയാണ്. അതൃപ്തി, ഏതിനും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു നീരസം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഓരോ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി നന്മകൾ ഒരുക്കുമ്പോൾ, ദൈവത്തിന്റെ സമയത്താണ്, ദൈവത്തിന്റെ ആ ടൈമിലാണ് നമുക്ക് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. എന്നാൽ അല്പം താമസിക്കുമ്പോൾ ഇതെന്നറിയാമോ, നമ്മള് പെട്ടെന്ന് പിറുപിറുപ്പാൻ തക്കവണ്ണം ഇടയായി. അപ്പൊ അവരിങ്ങനെ ചെങ്കടൽ ഇങ്ങനെ കടന്ന് അവർ മുമ്പോട്ട് വരികയാണ്. മുമ്പോട്ട് വന്ന് അവര് മാറയിലെത്തിയപ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. ഉള്ള വെള്ളം കയ്പുള്ളതായിരുന്നു. അവർ പെട്ടെന്നറിയാമോ, അവർ പെട്ടെന്ന് തിരുവചനം കൊടുത്തിരിക്കുന്നവർ പെട്ടെന്ന് അവർ പിറുപിറുത്തെന്ന് കൊടുത്തിരിക്കും. അവർ പിറുപിറുത്തെന്ന് കാണുവാൻ കഴിയും. ഞാൻ ആ വേദഭാഗം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് യോടും ദൈവത്തോടും അവർ പിറുപിറുത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പിറുപിറുപ്പാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ആഹാരത്തിനു വേണ്ടി അവർ പിറുപിറുത്തെന്ന് കാണുവാൻ കഴിയും. അത് പുറപ്പാട് പുസ്തകം 16:1 മുതൽ 2 വരെ. തുടർന്നവര് അതെ വെള്ളത്തിന് വേണ്ടി, വെള്ളമാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, പുറപ്പാട് 15:24 വെള്ളത്തിന് വേണ്ടി അവർ പിറുപിറുത്തു. 2, അവർ അതെ ആഹാരത്തിന് വേണ്ടി പിറുപിറുത്തു. പുറപ്പാട് 16:1 മുതൽ 2 വരെ. 3, അവർ ഇറച്ചിക്ക് വേണ്ടി പിറുപിറുത്തു. സംഖ്യാപുസ്തകം 11:14 മുതൽ 10 വരെ. വീണ്ടും അവർ ലീഡർഷിപ്പിന്റെ മുമ്പിൽ അവർ പിറുപിറുത്തു. ലീഡർഷിപ്പ്, ഞങ്ങൾക്കുമുണ്ട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്
അവരെന്തെന്നറിയാമോ? അവർ പിറുപിറുത്തെന്ന് കാണുവാൻ കഴിയുന്നു. അവസാനമായിട്ട് അതെ അവര് പിറുപിറുക്കാൻ അവസാനത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥലത്ത് കൊണ്ടുവന്നത് ഞങ്ങളെ കൊല്ലുവാനാണെന്ന് പറഞ്ഞ് പിറുപിറുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി തന്നെ നമ്മൾ കാത്തിരിക്കും. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് മറ്റേ ബലമുള്ള കരങ്ങളിൽ താണിരിക്കണം. നാം പ്രാർത്ഥനയോട് ആ ദൈവകരങ്ങളിൽ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി കാത്തിരുന്നാൽ തീർച്ചയായും അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് കാണുവാൻ കഴിയും. അതിനു മുമ്പ് നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യാൻ പാടില്ല? പിറുപിറുക്കാൻ പാടില്ല. തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ നിങ്ങൾ വചനപ്രകാരം നിങ്ങൾ ജീവിത വിശുദ്ധിയോടെയാണോ, നിങ്ങൾ ഉപദേശ വിശുദ്ധിയോടെയാണോ ജീവിക്കുന്നത്, തീർച്ചയായും ദൈവം തന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് 2025 നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വർഷമാക്കി ദൈവം തീർക്കട്ടെ. പിറുപിറുപ്പ് കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ അതേ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പിറുപിറുപ്പ് എന്നൊരു ഭാഗമാണ്. അങ്ങനെ പിറുപിറുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഷയം വന്നപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാർ എന്നറിയാമോ അതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആദിമ സഭയുടെ, യെരൂശലേം സഭയുടെ ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകത നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ സഭയിലും അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയുന്ന സഭാചരിത്രം പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ എങ്ങനെ നമ്മുടെ സഭയെ കൊണ്ടുപോകണം, വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം, പ്രതിസന്ധികളിൽ എങ്ങനെ തീരുമാനമെടുക്കണം, ഇതെല്ലാം നമുക്ക് കാട്ടിത്തരുന്ന, ഉത്ബോധം നൽകുന്ന, കാഴ്ചപ്പാട് നൽകുന്ന, ഉൾക്കാഴ്ച നൽകുന്ന വളരെ ദൈവത്തിന്റെ ആത്മാവിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് ഈ പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയും. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ എങ്ങനെ അവർ പരിഹരിച്ചതെന്ന് വചനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയും. അപ്പൊ രണ്ടാമത്തെ മെയിൻ പോയിന്റ് പ്രശ്നപരിഹാരമാണ്. പ്രശ്നപരിഹാരം എങ്ങനെയാണ് ഈ പ്രശ്നത്തെ അവർ പരിഹരിച്ചത്? നാം പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ഒന്നാമത് ചെയ്തത് എന്ത് ചെയ്തു? ശിഷ്യന്മാരെ എല്ലാം കൂട്ടി വരുത്തി. കേട്ടോ, എല്ലാവരെയും കൂട്ടി വരുത്തി. കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകാൻ തുടങ്ങി. എല്ലാവരെയും കൂട്ടി വരുത്തി. 2, അപ്പോസ്തലന്മാര് തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്താണെന്ന് അവിടെ സ്ഥിരീകരിക്കുക. ഇപ്പൊ എല്ലാരെയും കൂട്ടിവരുത്തിയിട്ട് അപ്പോസ്തലൻ പത്രോസ് ആയിരിക്കാം എഴുന്നേറ്റിട്ട് പറയുകയാണ്, ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് യോഗ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഇട്ടിരിക്കും. അപ്പോൾ എങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നു. ഒന്നാമത്തത് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി. 2, അവർ എഴുന്നേറ്റ് അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്താണെന്ന് വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഈ രാത്രി എന്താണ് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്ന കാര്യം നാം ആഴമായി മനസ്സിലാക്കണം. നിങ്ങൾ ഈ ദൈവവചനം പഠിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിനായിരിക്കുമ്പോൾ, ഇപ്പൊ ഗ്രാജുവേഷൻ വരാൻ പോവുകയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളെ ഒരു പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കോളിങ്ങിനെ കുറിച്ചുള്ള ഉറപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18 മുതൽ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുകയാണ്, നിങ്ങളുടെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സഭയ്ക്ക് ഹല്ലേലൂയ വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പൊ നാം വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം എന്താണ്? പർപ്പസ് ഓഫ് അവർ കോളിംഗ്. ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്?
ഉദ്ദേശത്തെ രണ്ടായി തിരിക്കാം. ജനറൽ പർപ്പസ് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അപ്പം ഈ വിളിയെ രണ്ടായിട്ട് തിരിക്കാൻ നമുക്ക്. ഒന്ന് ജനറൽ പർപ്പസ് ഉണ്ട്, അതെല്ലാവരും ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും പാസ്സാകാൻ ഒക്കത്തില്ല. എല്ലാവർക്കും സുവിശേഷത്തിന്റെ അതായത് ഡോർ ടു ഡോർ ഇവാഞ്ചലിസം ചെയ്യാൻ ഒക്കത്തില്ല. എല്ലാവർക്കും അതെ ട്രാക്റ്റുകൾ കൊടുത്ത് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ കഴിയും? അതേ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലെ? ക്രൈസ്തവർ വീട്ടിൽ വരുന്ന പ്രിയപ്പെട്ടവരോട് സുവിശേഷം പറയുവാൻ കഴിയും. കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നവരെ ചെറിയ സഹായം കൊടുത്ത് അവരെ അയക്കാൻ കഴിയും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ജനറൽ കോളിംഗ് ഉണ്ട്, പൊതുവായ ദൈവത്തിന്റെ വിളിയുണ്ട്, പൊതുവായ വിളി. രണ്ടാമത്തത് സ്പെഷ്യൽ വിളിയുണ്ട്. ഒരു അപ്പോസ്തലനായുള്ള വിളിയുണ്ട്, ഒരു ഇടയ ശുശ്രൂഷകനായുള്ള വിളിയുണ്ട്, ഒരു പ്രവാചകനായുള്ള വിളിയുണ്ട്, ഒരു കൗൺസിൽ ചെയ്യുന്നവരായിട്ടുള്ള വിളിയുണ്ട്, ഒരു സുവിശേഷകനായുള്ള വിളിയുണ്ട്. അപ്പൊ ഇതിലേത് വിളിയാണ് നമ്മുടെ മേൽ ഉള്ളെന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ മനസ്സിലാക്കുന്നത്? ചിലപ്പോൾ ചില ദേവദാസന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നിന്നെ ഒരു ഇടയ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു സംസാരിക്കും. അല്ലെങ്കിൽ നമ്മൾ വചനം ധ്യാനിക്കുന്ന സമയത്തായിരിക്കും നമ്മളോട് ദൈവാത്മാവ് ഇടപെടും. എന്തിടപെടും? നിന്നെ ഇന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിരിക്കും. 3, നിങ്ങളുടെ സ്വഭാവത്തിലൂടെ ആ വിളി നിങ്ങൾക്ക് ബോധ്യമാകും. ജോലി ചെയ്യുന്ന ഒരാൾ സുവിശേഷ അതായത് ട്രാക്ട് കൊടുക്കാൻ വളരെ താല്പര്യമുള്ള ആളാണെങ്കിൽ മനസ്സിലായിക്കോണം, നിങ്ങൾക്ക് ദൈവാത്മാവ് തന്നിരിക്കുന്ന ഒരു ഇൻസ്പിറേഷനാണ് അത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ ട്രാക്റ്റുകൾ കൊടുത്ത് സുവിശേഷം പറയാനുള്ള വിളിയുണ്ട്. അത് ചെറിയ വിളിയല്ല, അത് ചെറിയ വിളിയൊന്നുമല്ല. ദൈവത്തിന്റെ ഒരു വിളിയും ചെറിയ വിളിയല്ല, ഒരു വിളിയും ചെറുതല്ല. പ്രാർത്ഥിക്കാൻ ആ വിളിയെങ്കിൽ അതൊരു വലിയ വിളി തന്നെയാണ്. കാരണം പ്രാർത്ഥിക്കാതെ ഞങ്ങൾ എത്ര ശുശ്രൂഷിച്ചാലും, പക്ഷെ ആയിപ്പ സാറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അദ്ദേഹം കടന്നു പോകുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? പഠിക്കുന്ന സ്റ്റുഡൻസിന്റെയും തന്റെ സഭയിലെ വിശ്വാസികളുടെയും ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. കേട്ടോ? അപ്പൊ നമ്മുടെ വിളി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് എന്ത് ചെയ്തില്ല? മേശമേൽ ശുശ്രൂഷിക്കാൻ പോകത്തില്ല. മൂന്നാമത് പരിഹാരമാണ്. മൂന്നാമത് ആത്മാവും ജ്ഞാനവും വിശ്വാസവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പേരെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനമെടുക്കുകയും. കേട്ടോ? എത്ര നല്ല പരിഹാരം! ആരെങ്കിലും തിരഞ്ഞെടുക്കുകയല്ല. സഭയിൽ ആരെയെങ്കിലും സെക്രട്ടറി ആക്കാൻ പാടില്ല. സഭയിൽ ആരെയെങ്കിലും ലേഡീസിന്റെ മീറ്റിങ്ങിനെ നയിക്കാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. സഭ ആരെങ്കിലും യുവജനത്തിന്റെ പ്രസിഡന്റ് ആകാനോ സെക്രട്ടറി ആക്കാനോ പാടില്ല. അതിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ്, ആത്മാവും പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടാകണം. ആത്മസ്നാനം പ്രാപിച്ചവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം. ഉയരത്തിലെ ജ്ഞാനമാകട്ടോ, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഉയരത്തിലെ ജ്ഞാനം. ആ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നൽകുന്ന ഒരു പ്രത്യേക എബിലിറ്റി ആ ജ്ഞാനത്തിനകത്തുണ്ട്. മൂന്നാമത് നല്ല വിശ്വാസമുള്ളവരായിരിക്കണം. 4 സാക്ഷ്യമുള്ളവർ. നല്ല പേരുള്ളവർ, സാക്ഷ്യമുള്ളവരായിരിക്കണം. അപ്പൊ എത്ര കറക്റ്റ് ആയിട്ടാണ്! അപ്പൊ ദൈവാത്മാവ് അവരെ ഗൈഡ് ചെയ്യുകയാണ്, ദൈവാത്മാവ് അവരെ നിയന്ത്രിക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ പരിഹാര മാർഗത്തിന്റെ മൂന്നാമത്തെ ചിന്ത പറയുന്നു, പ്രത്യേകതയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. 4, ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ വേദഭാഗം വായിക്കുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യമായെന്നാണ് കൊടുത്തിരിക്കുന്നത്.
എല്ലാവർക്കും അത് ബോധ്യമായി, എല്ലാവരും അത് അംഗീകരിച്ചു. കാരണം അവർ ആത്മാവിലാണ് തീരുമാനമെടുത്തത്, വചനത്തിന്റെ ഗൈഡൻസിലാണ് തീരുമാനമെടുത്തത്. നമ്മൾ എപ്പോഴൊക്കെ തീരുമാനമെടുക്കുമോ അപ്പോഴെല്ലാം നമ്മൾ എടുക്കേണ്ട തീരുമാനം, നമ്മുടെ തീരുമാനം എപ്പോഴും വചനത്തിന് അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മുടെ തീരുമാനം എപ്പോഴും ആത്മനിയോഗത്തോടെ ആയിരിക്കണം. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ഹല്ലേലൂയ തീർച്ചയായും അത് അത് പ്രതിസന്ധിയിലേക്കല്ല, അത് പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്കാണ് ചെന്നെത്തുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കും. അവിടെ പേര് കൊടുത്തിട്ടുണ്ട്: സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കൊരോസ്, നിക്കാനോർ, തിമോൻ, പർമനാസ്, നിക്കോലാവോസ് എന്നിങ്ങനെ ഉള്ള എത്ര പേരെയാ? 7 പേരെ തിരഞ്ഞെടുക്കും. കണ്ടോ, അവിടെ പ്രശ്നം പരിഹരിച്ചു. 7 പേരെ തിരഞ്ഞെടുക്കും. പിന്നെ ആദ്യം ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു, ഈ യെരുശലേം സഭയുടെ പ്രത്യേകതയുണ്ട്. അതൊരു ഹെഡിങ് എഴുതിയേക്കട്ടെ. യെരുശലേം സഭയുടെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ പറയാം. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ സഭ, യെരുശലേമിൽ കൂടിയ യഹൂദിൽ കൂടിയ സഭയ്ക്ക് പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, സഭയിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളെയും തിരുവെഴുത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലൂടെ വെളിച്ചത്തിൽ അവർ പരിഹരിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര അർത്ഥവത്തായ ക്രമീകരണമാണ് അവർ ചെയ്യുന്നത്. കണ്ടോ, അവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, വചനത്തിന്റെ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിന്റെ ആലോചനയിലും. ദൈവാത്മാവിന്റെ ആലോചന, ദ ഇൻസ്പിറേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും എന്ത് ചെയ്തു? അവർ അതിനെ പരിഹരിച്ചെന്ന് കാണുവാൻ കഴിയും. അതിന്റെ റെഫറൻസ് പ്രവൃത്തി 1:18 മുതൽ 26 വരെ, 6:1 മുതൽ 4 വരെ. ഒന്നാമത്. രണ്ടാമത്തെ പ്രത്യേകത, ഈ ശിഷ്യന്മാർക്ക് സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ എതിർപ്പുകളെയും പീഡനങ്ങളെയും ഇതെന്നറിയാമോ? അവരെ പ്രാർത്ഥനയാലും ആത്മനിറവിനാലും ദൈവവചനത്തിന്റെ ബലത്താലും അവരെ അതിജീവിച്ചെന്ന് കാണുവാൻ. അപ്പോ സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെ ഉണ്ടായ എതിർപ്പുകളെയും പീഡനങ്ങളെയും അവർ അതിജീവിച്ചത് പ്രാർത്ഥനയാലും ആത്മാവിന്റെ നിറവ് കൊണ്ടും വചനത്തിന്റെ അതേ ശക്തി കൊണ്ടുമാണ്. അത് പ്രവൃത്തി പുസ്തകം 4:23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ. രണ്ടാമത്തെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ പ്രത്യേകത, സഭയ്ക്കെതിരെ വന്ന ദുരുപദേശങ്ങളെ എന്തെന്നറിയാമോ? അതാത് സമയങ്ങളിൽ ശരിയായ ക്രിസ്തീയ ഉപദേശം പഠിപ്പിച്ച് അവർ അതിനെ നിർമ്മാർജ്ജനം ചെയ്തെന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ദുരുപദേശങ്ങളുടെ വലിയ ആക്രമണം ഉണ്ടായ ഒരു കാലഘട്ടമാണ്. പക്ഷെ അവരതിനെ അതിജീവിച്ചെന്ന് കാണുവാൻ കഴിയും. റഫറൻസ് പ്രവൃത്തി 2:14 മുതൽ 34 വരെ. ഞാൻ ഇതൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ പോയിന്റിൽ എഴുതിയിട്ട് റഫറൻസ് എഴുതുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹം. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. നാലാമത്തത്, അവര് വചന ശുശ്രൂഷയിലൂടെയും ഉപദേശ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭാസ്ഥാപനം നടത്തി എന്ന് കാണുവാൻ കഴിയും അപ്പോസ്തലന്മാരെ. അപ്പോൾ ഇവർ എവിടൊക്കെ കൊണ്ടുപോയി സഭ സ്ഥാപിച്ചു അവിടെയെല്ലാം അവര് സഭാസ്ഥാപനം നടത്തി തിരുവചനം ശുശ്രൂഷിച്ച് ഉപദേശങ്ങളെ പഠിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അവസാനത്തേത് 1-ാം നൂറ്റാണ്ടിലെ
യെരുശലേം സഭ എന്ന് പറയുന്ന നല്ല സാക്ഷ്യവും ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും സംരക്ഷിക്കപ്പെടുന്ന സഭയായി. ഒന്നാം നൂറ്റാണ്ടിലെ യെരുശലേം സഭയ്ക്ക് വലിയ പ്രത്യേകതയുണ്ടെന്ന് തിരുവചനം നമുക്ക് ശക്തമായ ബോധ്യം നൽകുകയാണ്. അപ്പൊ ആ ബോധ്യ അടിസ്ഥാനത്തിൽ നാം ആരാധിക്കുന്ന സഭകളും തീർച്ചയായും ആ ദൈവത്തിന്റെ വചനത്തിന്റെയും ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെയും അതേ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും മുൻപോട്ട് നയിക്കപ്പെടുമ്പോൾ ആ സഭ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. അവിടെയാണ് അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് വസിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത്, 7 പേരുടെ നിയമം സംബന്ധിച്ചാണ്. രണ്ടാമത്തത്, അടുത്ത ഹെഡിങ് സ്തേഫാനോസിന്റെ ശുശ്രൂഷയും അറസ്റ്റും രക്തസാക്ഷിത്വവുമാണ്. സ്തേഫാനോസിന്റെ ശുശ്രൂഷയും അറസ്റ്റും രക്തസാക്ഷിത്വം. ഒന്നാമത് സ്തേഫാനോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. സ്തേഫാനോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത കൃപയും സത്യവും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നു സ്തേഫാനോസിന്റെ ശുശ്രൂഷ. കേട്ടോ? അപ്പൊ ഈ അത്ഭുതങ്ങളും അടയാളം ചെയ്യാൻ എന്ത് വേണം? കൃപയും സത്യവും നിറവ് വേണം, അല്ലെ? അപ്പൊ ശരിക്കും ആ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചിലർക്ക് പ്രവചനമാണ്, ചിലർക്ക് പ്രബോധനമാണ്, ചിലർക്ക് ഉപദേശമാണ്, ചിലർക്ക് വെളിപ്പാട്ട് ശുശ്രൂഷയാണ്, ചിലർക്ക് ജ്ഞാനത്തിന്റെ വചനമാണ്, ചിലർക്ക് രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷയാണ്, ചിലർക്ക് ഭൂതത്തിന്മേൽ അധികാരമാണ്, അല്ലെ? ചിലർക്ക് വചനത്തിന്റെ വ്യാഖ്യാനമാണ്, ചിലർക്ക് അന്യഭാഷയാണ്, അതിന്റെ വ്യാഖ്യാനമാണ്. ഇതെല്ലാം വ്യത്യസ്തമായ ശുശ്രൂഷയാണ്. അതെ, അനവധി കൃപാവരങ്ങൾ ബൈബിൾ കാണുവാൻ കഴിയുന്നു. പക്ഷെ ആ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി. അപ്പൊ ഒന്നാമത്തെ സ്തേഫാനോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, സമ്പാദിക്കാനുള്ള ഒരു പ്രത്യേക കൃപ ഈ സ്തേഫാനോസിന് ഉണ്ടായിരുന്നു. സംവാദം എന്ന് പറയുന്നത് ഡിബൈറ്റ്. കാരണം ഈ പുസ്തകം 6-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ 8 മുതൽ വാക്യം വായിക്കുമ്പോൾ ലിബർത്തീനർ എന്ന പേരുള്ള പള്ളിക്കാരിലും കുറേന്യക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിൽക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചില എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച് ജ്ഞാനത്തോടും ആത്മാവിനോട് എഴുന്നേൽപ്പാൻ അവന് കഴിഞ്ഞില്ല. കേട്ടോ? അപ്പൊ ഇവനോട് തർക്കിച്ചു. എന്നാൽ അവനിൽ നിന്നും പുറപ്പെട്ട ആ ദൈവവചനത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴങ്ങളിൽ ഇവർക്ക് പിടിച്ചാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവൻ, അതായത് സ്തേഫാനോസ് സമ്പാദിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ സത്യവചനം പറയാൻ തുടങ്ങിയപ്പോൾ അവർക്കതിനെ ജയിക്കാൻ കഴിഞ്ഞു. പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 8 മുതൽ ഉള്ള വാക്യമാണ് ഞാൻ വായിച്ചത്. 8 മുതൽ താഴെയുള്ള വാക്യത്തിൽ രണ്ടാമത്തെ പ്രത്യേകത, സമ്പാദിക്കാനുള്ള കഴിവുള്ളവനായിരുന്നു സ്തേഫാനോസ്. 3, ദൈവജനത്തെ കുറിച്ചുള്ള നല്ല ആഴമേറിയ ജ്ഞാനമുണ്ടായിരുന്നു. തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ജ്ഞാനമേറിയ അറിവുള്ള വ്യക്തിയായിരുന്നു സ്തേഫാനോസ്. വെറുതെ സൂക്ഷിക്കുമായിരുന്നില്ല സ്തേഫാനോസ്. കാരണം ഇസ്രായേൽ ജനതയുടെ പിതാക്കന്മാരെ കുറിച്ച് തന്റെ പ്രസംഗം ആരംഭിച്ചിട്ട് 7-ാം അധ്യായം ആരംഭിച്ചിട്ട് 7-ാം അധ്യായത്തിലേക്ക് വന്നു. ആരംഭിച്ചിട്ട് അബ്രഹാം മുതൽ തന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവര് എന്തെന്നറിയാമോ, സ്തേഫാനോസിനെ കൊണ്ടുവന്ന് ഇവരുടെ പുരോഹിതന്മാരുടെയും മറ്റും ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരോട് തർക്കിച്ചപ്പോൾ
അവരെന്ത് ചെയ്തു? മൂപ്പന്മാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തി. 15 മതി, 6:15. ഞാൻ പറഞ്ഞു ന്യായാധിപ സംഘം എന്ന് പറഞ്ഞത് ഈ അവരുടെ മതകോടതിയാണ്. അപ്പൊ ആ മതകോടതിയിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ മഹാപുരോഹിതനുണ്ട്, മറ്റ് 71 പേരാണ് ആ മതകോടതി സംഘത്തിലുള്ളത്. അപ്പം അങ്ങനെയുള്ളവരുടെ മുന്നിൽ കൊണ്ട് നിർത്തി അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ അവരോട് പറയുന്ന തിരുവെഴുത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്, വചനത്തിന്റെ ജ്ഞാനമുള്ളവനായിരുന്നു. അവൻ അബ്രഹാം മുതൽ പിതാക്കന്മാരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് മോശയുടെ ജനനം, മോശയുടെ വിളി, മോശയുടെ ആദ്യത്തെ 40 വർഷത്തെ ശുശ്രൂഷ കൊട്ടാരത്തിലായിരുന്നു, അത് പറയുന്നുണ്ട്. രണ്ടാമത്തെ 40 വർഷം അവൻ ഇത്രോയിന്റെ ആടുകളെ മേയ്ക്കുവാൻ അതേ മരുഭൂമിയിലായിരുന്നു. മൂന്നാമത്തെ 40 വർഷം അതേ ദൈവജനത്തെ മിസ്രിൽ നിന്ന് വിടുവിച്ചിട്ട് മരുഭൂമിയിലായിരുന്നു. അപ്പൊ 40 വർഷത്തെ 3 ഭാഗമായിട്ട് ഈ മോശയുടെ ശുശ്രൂഷ ജീവിതത്തെ 3 ഭാഗമായിട്ട് തിരിച്ചുവിടെ പഠിപ്പിക്കുക. അത് നോട്ട് ചെയ്യാൻ നല്ലതാണ്. ഒന്നാമത്തെ 40 വർഷം എന്ന് പറയുന്നത് പ്രവൃത്തി 7:20 മുതൽ 22 വരെ അവൻ കൊട്ടാരത്തിലായിരുന്നു. കൊട്ടാരത്തിൽ. അപ്പൊ ഒരു ചോദ്യം വരികയാണ്. ഞാൻ ചോദ്യം ഇവിടെ ഉദാഹരണമായിട്ട് ചിലവ് വരാൻ സാധ്യതയുണ്ട്. മോശയുടെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും 3 ഘട്ടങ്ങളെ കുറിച്ച് ലഘുവിവരണം നൽകുക എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും, വളരെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ ആദ്യത്തെ 40 വർഷം പ്രവൃത്തി 7:20 മുതൽ 22 വരെ കൊട്ടാരത്തിലായി. എവിടെയാണെന്നറിയാമോ? ഫറവോന്റെ കൊട്ടാരത്തിൽ പുത്രിയുടെ മകനായിട്ട് മോശ ജീവിക്കുകയാണ്. മോശയെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, മോശയുടെ ജനനം മരണനിയമമുള്ള ഒരു സമയത്താണ്. ജനിക്കുന്ന ആൺകുട്ടികളെല്ലാം കൊല്ലണമെന്ന ഒരു നിയമമുള്ള സമയത്താണ് അവന്റെ ജനനം നടക്കുന്നത്. 2, വിശ്വാസത്താൽ കുട്ടി ദിവ്യസുന്ദരൻ എന്ന് കണ്ടിട്ട് ഈ മാതാപിതാക്കൾ അവനെ 3 മാസം ഒളിപ്പിച്ചെന്ന് കാണുവാൻ കഴിയും. ജീവനുള്ള കുട്ടിയെ ഒളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. ചലിക്കുന്ന കുട്ടിയെ, കരയുന്ന കുട്ടിയെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് അവന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവത്തിന് ആഴമേറിയൊരു വിളിയുണ്ടെങ്കിൽ, ദൈവത്തിന് മോശ ഉപയോഗിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായും ഏത് നിയമങ്ങൾ വിരുദ്ധമായിരുന്നാലും, ഏത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഇന്ന് രാത്രി നിങ്ങളോട് ഒരു ദൈവവചനത്തിന്റെ സത്യം വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സംരക്ഷണം എന്റെ നിങ്ങളുടെ പ്രാണന് മീതെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. കൊട്ടാരത്തിൽ വളരുമ്പോഴും ഫറവോന്റെ നിയമത്തിന്റെ വാളിന്റെ കീഴിലാണ് വളരുന്നവർ. ഏത് രീതിയിൽ വേണ്ട മോശയെ കൊല്ലാൻ ഫറവോന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ജ്ഞാന പെട്ടകത്തിൽ നിന്നും മോശയെ രക്ഷിച്ചത് യഹൂദന്മാരൊന്നുമല്ല, പിന്നെ ആരാ? ഫറവോന്റെ പുത്രിയാ. അതിന് കാരണം എന്താ? നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതകരം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹീസ് എ ലിവിങ് ഗോഡ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ സകലതും കഴിയും എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും. പക്ഷെ എല്ലാം കർത്താവ് ചെയ്തില്ല കേട്ടോ. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അതും കൂടെ മറന്നു പോയേക്കരുത്. കർത്താവെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഓസ്ട്രേലിയ കൊണ്ടുപോകണം നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ പോകാൻ ഒക്കത്തില്ല. ഓസ്ട്രേലിയ പോകണമെങ്കിൽ ഒരു നിയമമുണ്ട്. പാസ്പോർട്ട് എടുക്കണം, വിസ കിട്ടണം, ഡോളർ വേണം, നിങ്ങളെ പോകാൻ പറ്റും. അത് ദൈവം ചെയ്യത്തില്ല. അതൊരു നിയമത്തിന്റെ ഭാഗത്ത്. അപ്പൊ ദൈവത്തിന് നിയമമുണ്ട്. ദൈവത്തിന്റെ സകലതം കഴിയുമെങ്കിലും ദൈവം തന്നെ നിയമപ്രകാരമുള്ളതാണ് കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. മോശയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 40 വർഷം മോശ കൊട്ടാരത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഈ 2025 ദൈവദിനം പഠിക്കുന്ന ദൈവമക്കളെ, ഈ 2025 അതിന്റെ ആരംഭ
അതേ സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെയും, അടുത്ത ഡിസംബർ മാസം അവസാന സമയം വരെയും ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെട്ടു പോകേണ്ട. കർത്താവ് പറയുന്നത് എന്താ പറയുന്നത്? അതെ, കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു താന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ട്. 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ തന്റെ വിടവാങ്ങൽ പ്രസംഗമായിട്ടാണ് അത് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് പോകുമെന്ന് യേശു തന്നെ ഇവരോട് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒന്ന് രണ്ട് ചിന്തകൾ വളരെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ ഇപ്പോൾ പോവുകയാണ്, എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ, ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണും. ശ്രദ്ധിക്കണം, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. എന്താ അർത്ഥം അറിയാമോ? നിങ്ങൾ എന്നെ കാണുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നറിയാമോ? വിശ്വാസത്താൽ നമ്മൾ കർത്താവിനെ കാണുകയാണ്. കർത്താവ് അതാ പറഞ്ഞത്. അപ്പോൾ 2025 കർത്താവെ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, യേശു വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലേ, ലോകം എന്നെ കാണത്തില്ല, പക്ഷെ വിശ്വാസ കണ്ണുകൾ കൂടെ നിങ്ങൾ എന്നെ കാണും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. മോശയെ തൊടുവാൻ കഴിഞ്ഞു. എന്നാൽ മോശയുടെ 2-ാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ഇത്രോവിന്റെ വീട്ടിലാണ്. ആ 2-ാമത്തെ ഭാഗത്ത് ശ്രദ്ധിച്ചു കേൾക്കുക. അവിടെ ചില പ്രത്യേകതയുണ്ട്. 2-ാമത്തെ ഭാഗത്ത് ഒരു ചെറിയ പ്ലോസത്തിലേക്ക് മോശ കടന്നു പോവുകയും അവിടെ ഒരു ദത്തുപുത്രനായിട്ടാണ് മോശ അവിടെ വളരുന്നത്. കൊട്ടാരത്തിൽ പലരും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ സ്വാതന്ത്ര്യം അല്പം കുറഞ്ഞു. ആടിനെ മേയിക്കണം. അതിനുശേഷം മരുഭൂമിയിലായിരുന്നപ്പോൾ അവസാനത്തെ 40 വർഷം, പ്രവൃത്തി 7:33 മുതൽ 40 അധ്യായം വാക്യങ്ങളാണ്, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വലിയ പോരാട്ടങ്ങളിലൂടെ മോശ കടന്നു പോവുകയാണ്. മോശക്കെതിരെ പിറുപിറുക്കുകയാണ്. മോശക്കെതിരെ ജനം എഴുന്നേൽക്കുകയാണ്. മതി, ഇനി നമുക്കെല്ലാം കൂടെ കൂടി തിരിച്ച് മിസ്രൈമിലേക്ക് പോകാമെന്ന് ഇവർ ചിന്തിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ അവസാനത്തെ 2 ഘട്ടങ്ങൾ നടക്കുന്നറിയാമോ? ഒന്നാമത്തെ ഘട്ടം വിശ്വാസത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. 2-ാമത്തെയും 3-ാമത്തെയും ഘട്ടം എന്ന് പറയുന്നത് നമ്മെ ഒരുക്കിയെടുക്കുന്ന ഘട്ടമാണ്. ഈ ഒരുക്കിയെടുക്കുന്ന ഘട്ടത്തിലായി ശോധന കടന്നു വരുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ രക്ഷയിലേക്ക് നയിച്ചിട്ട് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതേ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ 3-ാമത്തെ സ്തേഫാനോസിന്റെ ശുശ്രൂഷ പ്രത്യേകത എന്ന് പറയുന്നത്, വചനം പറയുന്നു, ദൈവവചനത്തിൽ നല്ല അറിവുള്ളവനായിരുന്നു അതേ സ്തേഫാനോസ്. വീണ്ടും സ്തേഫാനോസിന്റെ മറ്റു ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. വിശ്വാസം നിറഞ്ഞവനായിരുന്നു, പ്രവൃത്തി 6:5. ശക്തി നിറഞ്ഞവനായിരുന്നു, പ്രവൃത്തി 6:8. പ്രകാശം നിറഞ്ഞവനായിരുന്നു, പ്രവൃത്തി 6:8. ധൈര്യം നിറഞ്ഞവനായിരുന്നു, പ്രവൃത്തി 7:51. സ്നേഹം നിറഞ്ഞവനായിരുന്നു, പ്രവൃത്തി 7:60. ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ തിരുവചനത്തിലെ സത്യങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞവനായിരുന്നു സ്തേഫാനോസ് എന്ന് പറയും. ഇത്രയും പ്രത്യേകത സ്തേഫാനോസിനുണ്ടായിരുന്നു. അതേ, നാം വിശ്വാസത്തിൽ നിറഞ്ഞവരായിരിക്കണം, ശക്തിയിൽ നിറയണം, ദിവ്യപ്രകാശത്തിൽ നിറയണം, കൃപയിൽ നിറയണം, ധൈര്യത്തിൽ നിറയണമെന്ന് കാണുവാൻ കഴിയും. ഇപ്പൊ പറഞ്ഞത് ഒന്ന് പറയാമോ? എഴുതാൻ വേണ്ടി മാത്രം. അപ്പോൾ സ്തേഫാനോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് 1 എന്ന് വെച്ചിട്ട് താഴോട്ട്. ഒന്നാമത്തത്, അവൻ കൃപയും സത്യം നിറഞ്ഞവനായിരുന്നു. 1 വിശ്വാസം നിറഞ്ഞവൻ. ശുശ്രൂഷയുടെ പ്രത്യേകതയുണ്ട്, അതിനോട് ചേർന്നുള്ള പ്രത്യേകതയുണ്ട്. 2 കൂടാണ്. 1 വിശ്വാസം നിറഞ്ഞവനായിരുന്നു, പ്രവൃത്തി 6:5. ശക്തിയിൽ നിറഞ്ഞവനായിരുന്നു, 6:8. കൃപയിൽ നിറഞ്ഞവനായിരുന്നു, 6:8. പതിയെ എഴുതിക്കോളൂ. മതിയല്ലോ.
ആ ആ പതിയെ 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 പറയണേ, എഴുതിക്കോട്ടെ. ആ പതിയെ പറയാം, പതിയെ പറയാം. പ്രകാശം നിറഞ്ഞവനായിരുന്നു. ആറിന്റെ 15 ദൈവദൂതന്റെ മുഖം പോലെ കണ്ടെന്ന്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അവന്റെ തേജസ് നിറഞ്ഞവനായിരുന്നു. അടുത്ത ധൈര്യം നിറഞ്ഞവനായിരുന്നു. 7:51. പ്രശ്നങ്ങൾ പേടിക്കുന്നില്ല, ധൈര്യം നിറഞ്ഞവനായിരുന്നു. സൻഹദ്രി സംഘത്തിന് മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ വളരെ ധൈര്യത്തോടാണ്, അല്ലേ? പ്രശ്നം വരുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകും, പക്ഷെ ധൈര്യം നിറയണം. സ്നേഹം നിറഞ്ഞവനായിരുന്നു. 7:50. സ്നേഹം നിറഞ്ഞവനായിരുന്നു. ആ സ്നേഹമാണ് മറ്റുള്ളവരെ, തന്നെ കല്ലെറിഞ്ഞവരെ പോലും എന്ത് ചെയ്യുന്നറിയാമോ? അവരെ ഈ പാപം അവിടെ മേൽ കരുതേ കർത്താവേ എന്ന് സ്തേഫാനോസ് പ്രാർത്ഥിച്ചു. തിരുവചനം ഹൃദയത്തിൽ നിറഞ്ഞവനായിരുന്നു. അത് 7ാമത്തെ ചാപ്റ്റർ മുഴുവനുമുണ്ട്. അങ്ങനെ വചനം പറയും. തിരുവചനം ഹൃദയത്തിൽ നിറഞ്ഞവനായിരുന്നു. അവസാനത്തെ രക്തസാക്ഷിത്വം. പ്രവൃത്തി 7:57 മുതൽ 59 വരെയാണ്. നഗരത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു കിടക്കും. അവസാനം അവിടെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയാണ്, സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ് എന്ന് പറയുന്നത്. നഗരത്തിന് പുറത്തു കൊണ്ട് അവനെ കല്ലെറിഞ്ഞ് കൊന്നു. മരിക്കും മുമ്പ് സ്തേഫാനോസ് പറഞ്ഞ 4 ചിന്തകൾ കൂടെ ഉണ്ട്. അതോടുകൂടെ 6-7 അധ്യായം അവസാനിക്കുകയാണ്. മരിക്കും തൊട്ടു മുമ്പ് അവൻ പറഞ്ഞ 4 ചിന്തകൾ. അല്ലെങ്കിൽ മരിക്കും മുമ്പ് സ്തേഫാനോസ് പറഞ്ഞതും ചെയ്തതുമായ 4 കാര്യം. ഒന്നാമത്തെ, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി. അവന്റെ നോട്ടം, പ്രതിസന്ധിയിൽ അവന്റെ നോട്ടം കർത്താവിലേക്കായിരുന്നു, അല്ലെ? അവിടെ എബ്രായ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരുന്ന അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധയോടെ നോക്കുക. ഇന്ന് പലപ്പോഴും ദൈവമക്കൾക്ക് യേശുവിനെ ശ്രദ്ധയോടെ നോക്കാൻ കഴിയുന്നു. പലപ്പോഴും അവരുടെ നോട്ടം ഭൗതികമായ കാര്യങ്ങളിലാണ് കൂടുതൽ. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുവിനെ ശ്രദ്ധയോടെ നോക്കും. യേശുവിന്റെ കൈവല്ലോ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നു, കയ്യിലെന്തെങ്കിലും ബ്ലെസ്സിങ് ആയ എന്തെങ്കിലും മാത്രം ഇരിക്കുന്ന നോട്ടമല്ല. അവനെ നോക്കാന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിത്വത്തിലേക്ക്, യേശുവിന്റെ ജീവിതത്തിലേക്ക്, അവന്റെ വചനത്തിലേക്ക്, അവന്റെ കാഴ്ചപ്പാടിലേക്ക്, അവന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക്, അവൻ കാണിച്ച മാതൃകയിലേക്ക് നാം നോക്കണം. എബ്രായർ 12-ാം അധ്യായം 1-2 വാക്യം എന്താ പറയുന്നത്? വിശ്വാസ നായകനും പൂർത്തിവെക്കുന്ന യേശുവിനെ നോക്കാനാ പറയുന്നത്. കേട്ടോ, രണ്ടും ഒന്ന് കൂട്ടിയത് നോക്കി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്തേഫാനോസ് നോക്കിയ സ്വർഗത്തിലേക്ക്. അപ്പൊ അവൻ കണ്ടു. എന്താ കണ്ടത്? ദൈവത്തിന്റെ മഹത്വവും തേജസ്സും, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ആത്മാവ് നിറഞ്ഞു നോക്കിയാൽ ചിലതൊക്കെ കാണും. രാത്രി ആന വരുന്നാട്ടല്ല കാണുന്നത്, രാത്രി വലിയ കൂരിട്ട് വന്ന് കിണറ്റിലേക്ക് വീഴുന്നായിട്ടല്ല കാണുന്നത്. എന്താ കാണുന്നത്? തേജസ് കാണുവാൻ കഴിയും. മൂന്നാമത്, മരണസമയത്ത് ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞാ മരിക്കുന്നത്. നാലാമത്, അവന്റെ സ്നേഹം പ്രകടിപ്പിക്കുക. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസ് എന്ത് ചെയ്യാൻ?
അവൻ മരിച്ചവന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ കയറിപ്പോയി. അങ്ങനെ 6-7 അധ്യായം അവസാനിക്കും. അടുത്തത് ചാപ്റ്റർ 8-9. ചാപ്റ്റർ 8-9. സാറേ ആ സാറേ ഈ സ്തേഫാനോസ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതും ചെയ്തതുമായ 4 കാര്യങ്ങളെ കുറിച്ച് സാർ ഇപ്പം പഠിപ്പിച്ചല്ലോ. പഠിപ്പിച്ചു. സത്യം എഴുതാൻ കിട്ടിയത് ഒറ്റ പോയിന്റ് എഴുതാൻ കിട്ടിയിട്ടുള്ളൂ സാറേ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറയാം. സാറ് നോട്ട് പറയുമ്പോ സാറിന് ഇച്ചിരി സ്പീഡ് കുറച്ച് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമായിരുന്നു സാറേ. രണ്ടാമത്തെ കൂടുതലാണ്. അപ്പം ദൈവത്തിന്റെ രണ്ടാമത്തെ പോയിന്റ് ദൈവത്തിന്റെ മഹത്വവും പറഞ്ഞാൽ തേജസ്സാണ്. തേജസ്സും സ്വർഗം തുറന്നിരിക്കുന്നതും. അതിന്റെ 7:55 വായിച്ചു കേട്ടു. 7:55. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അത് പ്രവൃത്തിയുടെ പുസ്തകം 7:55 വാക്യം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നതായ കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്ന സ്വർഗം തുറന്നിരിക്കുന്നതും, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും, സ്വർഗം തുറന്നിരിക്കുന്നതും, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. അതാണ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം കണ്ടു, സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. ഇത്രയും കാര്യമാണ്. ഇനി മൂന്നാമത്തത് താൻ പറഞ്ഞ കാര്യമാണ്. ഇത് താൻ കണ്ട കാര്യമാണ്. താൻ പറഞ്ഞ കാര്യം, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് താൻ പ്രാർത്ഥിച്ചു പറയുക. കർത്താവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. 7:58. നാലാമത്തത് ആ സ്നേഹത്തിന്റെ വാക്കാണ്. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. അടുത്തത് 8-9 അധ്യായം. 8-9 അധ്യായം. 8-9 അധ്യായം. 8-9 അധ്യായത്തിൽ 4 പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് കാണുവാൻ കഴിയും. ഒന്ന്, യെരൂശലേം സഭയ്ക്കുണ്ടായ പീഡനം. യെരൂശലേം സഭയ്ക്കുണ്ടായ പീഡനം. 2, ഫിലിപ്പോസിന്റെ ശമര്യയിലെ സുവിശേഷീകരണം. 3, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണന്റെ സ്നാനം. 4, ശൗലിന്റെ മാനസാന്തരം. ഈ 4 കാര്യങ്ങളാണ് 8-9 അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് അരമണിക്കൂറുടെ ഉള്ളൂ പറഞ്ഞ് തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തത് യെരൂശലേം സഭയ്ക്കുണ്ടായ പീഡനം. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ സ്തേഫാനോസിന്റെ മരണത്തോടുകൂടെ അപ്പോസ്തലന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും ചിതറിപ്പോയെന്ന് കാണുവാൻ കഴിയും. ചിതറിപ്പോയി. അതായത് യെരൂശലേമിലായിരുന്നു ഇത്രയും കാലഘട്ടങ്ങളിൽ സഭാപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്തേഫാനോസിന്റെ മരണത്തോടുകൂടെ തിരുവചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിനറ്റത്തോളം. അപ്പോൾ ഇവരിപ്പോ ആയിരുന്ന യെരൂശലേമിലും യഹൂദയിലും മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പീഡനം വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് അവര് മുമ്പോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോസ്തലന്മാർ മാത്രം 12 അപ്പോസ്തലന്മാർ മാത്രമേ യെരൂശലേമിലുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ചിതറിപ്പോയെന്ന് കാണുവാൻ. ഈ പീഡനം
സഭയ്ക്കുണ്ടായ പീഡനത്തിന് 3 രീതിയിലാണ് സഭയ്ക്ക് പീഡനം ഉണ്ടായിരുന്നത്. 3 രീതി. ഒരു ഹെഡിങ് ആയിട്ട് എഴുതാം. 3 രീതിയിലാണ് സഭയെ പീഡനം ഉണ്ടായത്. ഒന്നാമതുണ്ടായത്, ആദ്യത്തെ പീഡനം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാലാണ് പീഡിപ്പിക്കപ്പെട്ടത്. ഒന്നാമത്തെ പീഡനം ഉണ്ടായത് യഹൂദന്മാരാണ് പീഡിപ്പിക്കപ്പെട്ടത്. കാരണം യഹൂദ മതത്തിൽ നിന്നുമാണല്ലോ, യഹൂദയിൽ നിന്നുമാണല്ലോ യേശുക്രിസ്തു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുന്നത്, അതായത് അവരുടെ ക്രിസ്ത്യാനിത്വം യഹൂദ മതത്തെ ഇല്ലാതാക്കുമെന്നും അവരുടെ നേതാക്കന്മാരെയും സ്ഥാനമാനങ്ങളെയും ഇല്ലാതാക്കുമെന്ന ഭയം വന്നപ്പോൾ യഹൂദന്മാർ പീഡിപ്പിച്ചു. അനേക പുരോഹിതന്മാർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സഭയോട് ചേർന്നില്ലേ, അപ്പോൾ പീഡിപ്പിച്ചു. ഒന്നാമത്തെ പീഡനം യഹൂദന്മാരിൽ പീഡനം. രണ്ടാമത്തെ പീഡനം ദുരുപദേശത്തിന്റെയും തത്വചിന്തയുടെയും എതിർപ്പ്. ദുരുപദേശത്തിന്റെയും തത്വചിന്തയുടെയും എതിർപ്പ് AD 60 മുതലാണ്. AD 60 മുതൽ. മൂന്നാമത്തെ പീഡനം എന്ന് പറഞ്ഞാൽ റോമാ ഭരണകൂടത്താൽ പീഡിപ്പിക്കപ്പെട്ടു. റോമാ ഭരണകൂടത്താൽ. ഇങ്ങനെ 3 രീതിയിലുള്ള പീഡനം ഉണ്ടായിരുന്നു. പക്ഷെ പീഡനത്തിന്റെ ഫലം എന്ന് പറയുന്നത്, ഈ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്തെന്നറിയാമോ, സഭ യെരുശലേമിൽ നിന്നും പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സഭ വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് കാണുവാൻ തുടങ്ങി. ദൈവമക്കൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ഐക്യത്തിൽ നിന്ന് കാണുവാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചു, സഭയ്ക്കുണ്ടായ പീഡനമാണ്. രണ്ടാമത്തത് ഫിലിപ്പോസിന്റെ ശമരിയയിലെ സുവിശേഷീകരണം. ഫിലിപ്പോസിന്റെ ശമരിയയിലെ സുവിശേഷീകരണം, അതായത് സുവിശേഷം ജാതികളിലേക്ക് പോവുകയാണ്. ഈ പീഡന നിമിത്തം ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് 8-ാം അധ്യായത്തിന് 4-ാം വാക്യമാണ്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ച് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പ്രസംഗിച്ചതിന് ശേഷം ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്ന ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ട അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. കേട്ടോ, അപ്പൊ അവരുടെ ചിലപ്പോൾ ആദ്യം അവര് ചെല്ലുമ്പോൾ ദൈവവചന പ്രസംഗിക്കുന്നത്. ആ ദൈവവചന പ്രസംഗത്തോടു കൂടെയാണ് അവർ തുടർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുന്നത്. അപ്പോൾ ശമരിയയിലെ സുവിശേഷ പ്രവർത്തന പ്രത്യേകത, അവിടെ ചെന്നു ദൈവവചനം പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തോടുള്ള ശേഷം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അത് കാണുമ്പോൾ വചനവും ഈ ദൈവപ്രവൃത്തിയും കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജനം യേശുവിലേക്ക് വരുവാൻ തുടങ്ങി. അതിന്റെ 10 മുതലുള്ള വാക്യം, 8-ന്റെ 10 മുതൽ വാക്യം വായിക്കുമ്പോൾ ആരാണ് വരുന്ന? മഹതി എന്ന ദൈവശക്തിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആബാലവൃത്തം ജനത്തെയും തെറ്റിച്ചു കളഞ്ഞ ശീമോൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, ഫിലിപ്പോസിനോട് ചേരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ പ്രവർത്തനം നടക്കുമ്പോൾ യെരുശലേമിൽ അറിഞ്ഞു, അപ്പോസ്തലൻ അറിഞ്ഞു ശമരിയയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്നറിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ അവിടെ വരികയാണ്. പത്രോസും യോഹന്നാനും വരുന്നത്. അവര് ഈ മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് യേശുവിലേക്ക് വന്ന ആ ആൾക്കാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മസ്നാനം ഉണ്ടാകുകയാണ്. അവിടെ വലിയ ഉണർവയക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷം അങ്ങോട്ട് പോയി.
യെരൂശലേമിൽ നിന്നും യഹൂദയിലേക്ക്, യഹൂദയിൽ നിന്നും ശമരിയിലേക്ക് പോവുകയാണ് സുവിശേഷം കേട്ടോ. പിന്നെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിലൂടെ ഈ സുവിശേഷം ശമരിയിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ തന്നെയാണ് ശീമോൻ ദ്രവ്യം കൊണ്ടുവന്ന് ഈ അപ്പോസ്തലന്മാർ ചെയ്ത ശുശ്രൂഷ ഞങ്ങൾക്കും ചെയ്യണം, എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞ് ദ്രവ്യം കൊണ്ടുവരുന്നത്. അങ്ങനെ പെട്ടെന്ന് അന്ധനായി മാറുന്നത്. അവിടെ ദൈവത്തിന്റെ കരം അവന് ഭാരമായി വരികയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഫിലിപ്പോസിന്റെ ശമരിയയിലെ ശുശ്രൂഷ. അവിടെ നിന്നും ഫിലിപ്പോസ് ദൈവത്തിന്റെ ആത്മാവനെ ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് കൊണ്ടുപോകും. 8-ാം അധ്യായം ഉണ്ടോ? 26-ാം വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഗസയിലെത്തുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയോട് കൂടെ തേരിൽ കയറിയിരുന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം വ്യാഖ്യാനിച്ച് സുവിശേഷം അറിയിച്ച് സ്നാനപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. അപ്പോ ഫിലിപ്പോസിന്റെ ശമരിയിലെ പ്രവർത്തനം, ഗസയിലെ പ്രവർത്തനം, അതാണ് 8-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ദൈവിക സന്ദേശമുണ്ട്. കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുകയാണ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ പറയും. ദൈവം അയക്കുന്ന നിർജ്ജനമായ സ്ഥലത്തേക്ക്, ഗസയ്ക്കുള്ള. അവിടെ ഒന്നും ആരുമില്ല. അവിടെ ചെന്ന് ഈ ഫിലിപ്പോസ് നിൽക്കുക, ആരെയും കാണുന്നില്ല. അപ്പൊ ചിലപ്പോൾ ചില സമയം ദൈവം നമ്മോട് പറയുമ്പോൾ നമുക്ക് തന്നെ അവനെ സംശയം തോന്നും, അയ്യോ ദൈവം അയച്ചു തന്നെയാണ്, ആരെയും കാണാൻ കഴിയില്ല. പക്ഷെ അല്പം കഴിയുമ്പോൾ ഒരാളതാ രഥത്തിൽ ഒരാളിങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. അത് മറ്റാരുമല്ല, ഈ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാ വരുന്നു. കേട്ടോ, നോക്കൂ, സുവിശേഷം ശമരിയിൽ നിന്നും ജാതീയ ലോകത്തേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്ന പദ്ധതിയാണ് നിർജ്ജന പ്രദേശത്ത് ദൈവം അയക്കുന്നത്. അവിടെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ അവിടെ 53-ാം അധ്യായം യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കും. അതൊന്നും മനസ്സിലാകും. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കും, വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. കയറിയിരിക്കാൻ പറഞ്ഞു. 51-ാം അധ്യായത്തെ ആസ്പദമാക്കി സുവിശേഷം പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോൾ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ എന്താ സ്നാനപ്പെടാമെന്നോ? രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് തളിക്കലല്ല. ശിശുസ്നാനം തെറ്റാണ്. മുതിർന്ന സ്നാനം തെറ്റാണ്. കുടിക്കീഴുള്ള സ്നാനം തെറ്റാണ്. യഥാർത്ഥ സ്നാനം യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവുമായി വിശ്വസിച്ച് യേശു പറഞ്ഞവന്റെ കൽപ്പനയായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ് ശരിയായ സ്നാനം എന്ന് പറയും. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നതിനാൽ രണ്ടുപേരും മുങ്ങി സ്നാനപ്പെട്ടെന്ന് ബൈബിൾ വ്യക്തമായി നമുക്ക് തെളിവ് തരുന്നു. അപ്പൊ 1-ാം നൂറ്റാണ്ടിലൊക്കെ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത് പൂർണ്ണമായി വെള്ളത്തിനകത്തേക്ക് നിമജ്ജനം ചെയ്തുകൊണ്ടുള്ള സ്നാനമായിരുന്നു. അങ്ങനെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം ശമരിയിലേക്കും, ശമരിയിൽ നിന്ന് എങ്ങോട്ടാണ്? ആഫ്രിക്കയിലേക്കും എത്യോപ്യയിലേക്കും സുവിശേഷം പോവുകയാണ്. അടുത്തത് മെയിൻ ഹെഡിങ് ശൗലിന്റെ മാനസാന്തരം. ശൗലിന്റെ മാനസാന്തരം. അതോടുകൂടെ നമ്മുടെ 10-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ശൗലിന്റെ മാനസാന്തരം, ക്ഷമിക്കണം, 9-ാമത്തെ അധ്യായം ശൗലിന്റെ മാനസാന്തരം. ശൗലിന്റെ മാനസാന്തരം എന്ന ഹെഡിങ് എഴുതിയിട്ട് ശൗൽ എന്ന ഒരു ഷോർട്ട് ഹെഡിങ്. ശൗലിനെ പറ്റി 1-2 കാര്യം. വ്യവസായ കേന്ദ്രം എന്ന പേരിലും, അതായത് നമുക്കറിയാം നമ്മുടെ ബോംബെ എന്ന് പറയുന്നത് വ്യവസായ കേന്ദ്രമാണ്. അപ്പൊ വ്യവസായ കേന്ദ്രം എന്ന പേരിലും സർവകലാശാല കേന്ദ്രം എന്ന പേരിലും യൂണിവേഴ്സിറ്റി, പ്രശസ്തമായ കിലിക്കിയുടെ തലസ്ഥാനമായ തർസൂസിൽ ജനിച്ച
യഹൂദ വംശജനാണ് അപ്പോസ്തലനായ പൗലോസ്. പ്രവൃത്തി 22:3, ഫിലിപ്പിയ ലേഖനം 3:5-6. അപ്പം കിലിക്കിയുടെ തലസ്ഥാനമായ തെർസോസ് എന്ന് പറയുന്നത് വ്യവസായ കേന്ദ്രമാണ്, സർവകലാശാല കേന്ദ്രമാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. റോമാ പൗരത്വമുള്ള ആളായിരുന്നു പൗലോസ്. റോമാ പൗരത്വം എന്ന് പറയുന്നത് വളരെ പ്രയാസം. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പൗരത്വമാണ്. നമുക്കറിയാം, അമേരിക്കൻ പൗരത്വം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പൗരത്വമാണ് അമേരിക്കൻ പൗരത്വം. അമേരിക്കൻ പൗരത്വമുള്ള ഒരാളെ വെറുതെക്ക് ഒരു രാജ്യത്തിനും വെറുതെ അദ്ദേഹത്തെ ജയിലടയ്ക്കാൻ ഒക്കത്തില്ല. അവർ ചോദ്യം ചെയ്യും. എന്ന് പറഞ്ഞാൽ റോമാ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന പൗരത്വമാണ്. പക്ഷെ ജന്മനാ ഇദ്ദേഹത്തിനുള്ള പൗരത്വം. കൂടാതെ യഹൂദന്മാരുടെ ഉന്നത സമാദരണനായ അല്ലെങ്കിൽ ആദരണനായ ഗമാലിയൽ എന്ന യഹൂദ ഗുരുവിന്റെ അരുമശിഷ്യനായിരുന്നു കേട്ടോ. അപ്പൊ ഗമാലിയൽ എന്ന് പറയുന്ന ഒരു യഹൂദ ഗുരു ഉണ്ടായിരുന്നു, ഒരു റബി. ആ റബിയുടെ അരുമശിഷ്യനായിരുന്നു ആരാണ്? ശൗൽ എന്ന് പറയും. അപ്പോസ്തലനായ പൗലോസ്. പൗലോസിന്റെ എബ്രായ നാമവും യവനായ നാമവുമാണ്. ഒന്ന് ശൗലെന്നും 2 പൗലോസ് എന്ന് വിളിക്കുന്നതാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ആ ശൗലിന്റെ മാനസാന്തരമാണ്. അപ്പോൾ ആരാണ് ശൗൽ? ഒരു പ്രത്യേക ഒരു ചെറിയ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കും. ആരാണ് ശൗൽ? ശൗൽ ക്രിസ്തീയ ശിഷ്യനായിത്തീരുന്നു. ശൗൽ ക്രിസ്തീയ ശിഷ്യനായിത്തീരുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യനായിത്തീരുന്നു. ശൗൽ ക്രിസ്തുവിന്റെ ശിഷ്യനായിത്തീരുന്നു. എങ്ങനെയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്? അതായത് യെരൂശലേമിലെ മഹാപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രവും വാങ്ങി ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് യെരൂശലേമിൽ അവരെ വിശ്വാസത്തിൽ നിന്നും അടർത്തിക്കളയുവാൻ ശൗൽ ദമസ്കോസിൽ ചെല്ലുന്നു. ദമസ്കോസിൽ വെച്ച് ദൈവവനെ സന്ദർശിക്കുന്നു. ഇവിടെ 9-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം 9:3. ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം എന്നൊരു വെളിച്ചം അവന് ചുറ്റുമിങ്ങി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്ന കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു വന്നു പറയുകയാണ്. യേശുവാകുന്നു എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ അവൻ അന്ധനായിത്തീരുന്നു. അവൻ അവിടെ നിന്ന് ആ ദമസ്കോസിൽ ഒരു വീട്ടിലേക്ക് അവൻ ചെല്ലുന്നു. അപ്പൊ ഇതേ സമയത്ത് ദൈവത്തിന്റെ ദാസനായ അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യന് ദൈവം ദർശനത്തിൽ കൊടുക്കുന്ന അനന്യാസ് പറയുകയാണ്, നേർവീഥിയിലെ തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന പേരുള്ള പിന്നെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവന്റെ തലമേൽ കൈവച്ച് ചെതുമ്പല് പോലെയുള്ള ഒരു സാധനം കണ്ണിൽ നിന്ന് താഴെ വീഴുകയും പൗലോസിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ശൗല് ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറുന്നത്. അതിനുശേഷം ദമസ്കോസിൽ യേശു ക്രിസ്തു മശികയാണെന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. അവൻ യെരൂശലേമിലേക്ക് വരുന്നു. അതിന്റെ അവസാനത്തെ ഭാഗം പത്രോസ് യേശുവിന്റെ നാമത്തിൽ തബീതയെ ഉയർപ്പിക്കുന്ന, അതോടുകൂടി 9-ാം അധ്യായം അവസാനിക്കുക. തബീതയെ ഉയർപ്പിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് കാണുമ്പോൾ അങ്ങനെ 9-ാം അധ്യായം നമുക്ക് അവസാനിക്കും. അടുത്ത 10-ാം അധ്യായത്തിലേക്ക് പോയിന്റ് ഉണ്ടല്ലോ. 3 പോയിന്റ് എഴുതണ്ടേ? 3 പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
ആ 8-9 അധ്യായത്തിലെ 4 പോയിന്റ് പറഞ്ഞല്ലോ. ഒന്ന്, യെരൂശലേം സഭയ്ക്കുണ്ടായ പീഡനം, ഫിലിപ്പോസിന്റെ ശമരിയിലെ സുവിശേഷീകരണം, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണന്റെ സ്നാനം, ശൗലിന്റെ മാനസാന്തരം. 8-9 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിത്. അവസാനം തന്നെ ശൗലിന്റെ മാനസാന്തരം. അതിൽ ശൗലിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, ശൗൽ ആരാണ് ശൗൽ എന്നുള്ള കാര്യം പറഞ്ഞു, എങ്ങനെ അവൻ ശിഷ്യനായിത്തീരുന്നു, അതിനുശേഷം ശൗല് ദമസ്കോസിൽ മശിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, യെരൂശലേമിലേക്ക് പോകുന്നു. തുടർന്ന് പത്രോസിനെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. പത്രോസിനെ അത് 36-ാം അധ്യായം 9-36 മുതൽ 43 വരെ തബീത എന്ന് പറയുന്ന ശിഷ്യയെ ഉയർപ്പിക്കുന്ന പത്രോസിന്റെ ശുശ്രൂഷയാണ് അവസാനിക്കുന്നത്. പൗലോസിന്റെ മാനസാന്തരത്തോടുകൂടെ വലിയ സമാധാനം സഭയ്ക്കുണ്ടാകുന്നു എന്ന് കാണുവാൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 9-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി 10-ാമത്തെ അധ്യായത്തിലേക്ക് വരും. 10-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായം അതിനകത്ത് ചില പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്നാമത്തെ, കൊർന്നേല്യോസിനുണ്ടായ ദർശനം, അല്ലെങ്കിൽ ആദ്യം കൊർന്നേല്യോസിന്റെ മാനസാന്തരം. കൊർന്നേല്യോസിന്റെ മാനസാന്തരം, കൊർന്നേല്യോസിനുണ്ടായ ദർശനം, ആദ്യം കൊർന്നേല്യോസിന്റെ മാനസാന്തരമാണ് എന്നോട് ചേർന്ന്. കൊർന്നേല്യോസിനുണ്ടാകുന്ന ദർശനം, അതിനുശേഷം പത്രോസിനുണ്ടാകുന്ന ദർശനം. പത്രോസിനുണ്ടാകുന്ന ദർശനം, ജാതികളോടുള്ള പത്രോസിന്റെ സന്ദേശം. ജാതികളോടുള്ള പത്രോസിന്റെ സന്ദേശം, അതായത് കൊർന്നേല്യോസിന്റെ വീട്ടിൽ കൂടിയ ആൾക്കാരുള്ള പത്രോസിന്റെ സന്ദേശം. ജാതികൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്നാനപ്പെടുന്നു. ജാതികൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്നാനപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ 10-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അതിൽ കൊർന്നേല്യോസിന്റെ മാനസാന്തരമാണ് ആദ്യത്തെ ഭാഗം. കൊർന്നേല്യോസിനുണ്ടാകുന്ന മാനസാന്തരം. കൊർന്നേല്യോസിന്റെ പ്രത്യേകത, കൊർന്നേല്യോസിനുണ്ടായ മാനസാന്തരം കേട്ട് കൊർന്നേല്യോസിന്റെ പ്രത്യേകത. കൈസരയിലെ ഇത്താലിയ എന്ന പട്ടാളത്തിൽ ശതാധിപനായിരുന്നു കൊർന്നേല്യോസ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയും കൊർന്നേല്യോസിന്റെ പ്രത്യേകത. ഭയപ്പെടുക മാത്രമല്ല, ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോയി. യഥാർത്ഥത്തിൽ ഒരു ദൈവവിശ്വാസിയായിരുന്നു, അപ്പോൾ തന്നെ ഒരു ഭക്തനായിരുന്നു, ഒരു ചാരിറ്റബിൾ, അതായത് സാമൂഹിക സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു, അല്ലെ കൊർന്നേല്യോസ്? റോമൻ പട്ടാളത്തിലെ ശതാധിപൻ കൂടെയായിരുന്നു. തന്റെ ഔദ്യോഗികമായ ജോലി എന്ന് പറയുന്ന റോമൻ പട്ടാളത്തിലെ ശതാധിപനായിരുന്നു എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാൻ കഴിയും. രണ്ടാമത്തത്, അവനുണ്ടായ ദർശനമാണ്. കൊർന്നേല്യോസിനുണ്ടായ ദർശനം 10-1 മുതൽ 8 വരെ. കൊർന്നേല്യോസിനുണ്ടായ ദർശനം. ഇവിടെ നമുക്ക് അതായത് സഭ
യെരൂശലേമിൽ നിന്നും, യഹൂദിൽ നിന്നും, ശമരിൽ നിന്നും എങ്ങോട്ട് പോവുകയാണ്? ജാതികളിലേക്ക്. സഭയുടെ പ്രവർത്തനം, സഭയുടെ വ്യാപ്തി നമുക്കിവിടെ കാണുവാൻ കഴിയും. കൊർന്നേലിയോസുണ്ടായ ദർശനം എന്ന് പറയുന്ന 10-ാം അധ്യായം 1 മുതൽ 8 വരെയാണ്. 9-ാം മണി നേരത്തെ പകൽ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വന്ന് സ്പഷ്ടമായി കണ്ടു, കൊർന്നേലിയോസ് എന്ന് പറഞ്ഞു, യോപ്പയിലേക്ക് ആളെ വെച്ച് പത്രോസ് എന്ന പേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവന്റെ കൂടെ പാർക്കുന്നു. അങ്ങനെ ഒരു ദൂതൻ വന്നവന് ദർശനത്തിലൂടെ ദൈവം തന്റെ ആലോചന അറിയിക്കുക. ശീമോന്റെ അടുക്കൽ, പത്രോസ് എന്ന് പറഞ്ഞ ശീമോന്റെ അടുക്കലേക്ക് ആൾക്കാരെ അയക്കുക. ശീമോൻ എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായി അവന് കാഴ്ചപ്പാട് കൊടുക്കും. ഇതേ സമയത്ത് രണ്ടാമത് പത്രോസിന് അതേ ദർശനം ഉണ്ടാകാം. 10:9 മുതൽ 16 വരെ പത്രോസിനുണ്ടാകുന്ന ദർശനം. അവിടെ മുകളിൽ നിന്നും 10 മുതൽ 10:9 മുതൽ പത്രോസ് 6-ാം മണി നേരത്തെ പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഭക്ഷണം ഒരുക്കുമ്പോൾ വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നത് വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ ഈ ദർശനം സത്യത്തില് സ്വർഗത്തിന് നിന്നുണ്ടാകുന്ന ഈ ദർശനം പ്രത്യേകത, ഭൂമിയിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് തിന്നുക എന്ന ശബ്ദമുണ്ട്. അതായത് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം? ലോകത്തെ സകല ജനത്തെയും കാണിക്കുകയാണ്. യഹൂദന്മാർക്ക് നിശ്ചിതമായ പക്ഷിമൃഗാദികളെല്ലാം കാണിക്കുക. അതായത് ഈ ദർശനത്തിലൂടെ സുവിശേഷം യഹൂദന്മാർക്ക് മാത്രമല്ല സകല മാനവജാതിക്കും ആവശ്യകതയാണെന്ന് വ്യക്തമായി പറയുന്ന ദൂതാണ് ഈ തുപ്പട്ടിയുടെ ദർശനം എന്ന് പറയും. പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് നിശ്ചിതമാണെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു എന്താണ്? ഞാൻ ശുദ്ധീകരിച്ചതിനെ, അല്ലേ? ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് വായിച്ചു തരും. ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നിന്നും പത്രോസിന്റെ അടുക്കിലേക്ക് ദൂതന്മാരെത്തുന്നു, കാര്യങ്ങൾ പറയുന്നു, ആ ദർശനം വിശദീകരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇന്ന് പത്രോസ് കൊർന്നേലിയോസിന്റെ അടുക്കൽ വരുന്നു. അങ്ങനെ വന്ന് അവിടെ ദൈവവചനം പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അതേ സ്നാനം അവിടെ നടക്കുന്നു. ആദ്യമേ നടന്നതുപോലെ, അതായത് യെരൂശലേമിൽ വെച്ച് നടന്നതുപോലെ അതുപോലെ തന്നെ പരിശുദ്ധം അവിടേക്ക് വരുന്നു. അവരെ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേരുന്ന ചരിത്രമാണ് 10-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് 1-2